മലയാള സിനിമാ മേഖലയിലെ എക്കാലത്തെയും മികച്ച നടന്മാരിലൊരാളാണ് ജഗതി ശ്രീകുമാർ. ഹാസ്യതാരമായും സ്വഭാവ നടനായും വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട്. സിനിമാ ലോകത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു നടൻ ജഗതി ശ്രീകുമാറിനുണ്ടായ വാഹനാപകടം. അപകടത്തിന് ശേഷം ജഗതി ഇപ്പോൾ സിനിമയിൽ സജീവമല്ല. മലയാളത്തിലെ മിക്ക സംവിധായകരോടൊപ്പവും വർക്ക് ചെയ്ത ഒരാളാണ് ജഗതി ശ്രീകുമാർ. ജഗതിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സംവിധായകനും സംഗീതജ്ഞനുമായ ശ്രീകുമാരൻ തമ്പി. ഞാൻ നിർമ്മിച്ച ചട്ടമ്പി കല്യാണി എന്ന സിനിമയിലൂടെയാണ് ജഗതി ശ്രീകുമാർ എന്ന പേര് ആദ്യമായി സ്ക്രീനിൽ കാണിക്കുന്നതെന്നും ജഗതിക്ക് നല്ല ടൈമിംഗ് ഉണ്ടെന്ന് അന്ന് നടൻ അടൂർ ഭാസി പറഞ്ഞിരുന്നുവെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു. സൂപ്പർ താരങ്ങൾക്ക് പോലും ലഭിക്കാത്ത ജനപിന്തുണ നേടിയെടുക്കുന്ന ഒരു താരമായി ജഗതി മാറുമെന്ന് താനൊരിക്കലും കരുതിയില്ലെന്നും ശ്രീകുമാരൻ തമ്പി കൂട്ടിച്ചേർത്തു. ഞാൻ നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിന്റെ ടൈറ്റിലാണ് ആദ്യമായി ജഗതി ശ്രീകുമാർ എന്ന പേര് പ്രത്യക്ഷപ്പെട്ടത്. തൻ്റെ പേരിനൊപ്പം ജഗതി എന്ന സ്ഥലപ്പേര് വേണ്ട, ശ്രീകുമാർ എന്ന് മാത്രം മതി എന്നാണ് ബന്ധുക്കളും ഉറ്റമിത്രങ്ങളും അമ്പിളി എന്ന് വിളിക്കുന്ന ശ്രീകുമാർ എന്നോട് പറഞ്ഞത്. അമ്പിളിയുടെ പ്രേമവിവാഹത്തെ തുടർന്ന് അയാൾ പിതാവായ ജഗതി NK ആചാര്യയുമായി അക്കാലത്ത് അകൽച്ചയിലായിരുന്നു. എന്നാൽ ലക്ഷ്മിയും അടൂർ ഭാസിയും ചേരുന്ന ആദ്യ രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആ നടന്റെ ഭാവി ഞാൻ ഭാവനയിൽ കണ്ടു. അതുവരെ താൻ നിശ്ചയിച്ച ബഹദൂറിന്റെ സ്ഥാനത്ത് ഒരു പുതിയ പയ്യനെ അവരോധിച്ച നിർമ്മാതാവായ എന്നോട് പിണങ്ങിയിരുന്ന ശശികുമാറിന്റെ മുഖവും തെളിഞ്ഞു കണ്ടു. എങ്ങനെയുണ്ട് എന്ന് ഞാൻ അടൂർ ഭാസിയോട് ചോദിച്ചു. കൊള്ളാം, നല്ല ടൈമിംഗ് ഉണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എങ്കിലും സൂപ്പർ താരങ്ങൾക്ക് പോലും ലഭിക്കാത്ത ജനപിന്തുണ നേടിയെടുക്കുന്ന ഒരു താരമായി അമ്പിളി വളരുമെന്നോ എനിക്ക് പോലും കോൾ ഷീറ്റ് നൽകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അയാൾ ഉയരുമെന്നോ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല എന്നതാണ് സത്യം, ശ്രീകുമാരൻ തമ്പി പറയുന്നു.